വിശാഖപട്ടണം മുതൽ മംഗല വിശാഖപട്ടണം മുതൽ ജഗദൽപൂർ വരെ പോകുന്ന ഒരു ട്രെയിൻ യാത്ര. ഏറെ ദൈർഘ്യമുള്ളതാണ് ഈ റൂട്ട്. അതുപോലെ തന്നെ ഏറെ അപകടം പിടിച്ചതുമാണ്. വളരെ സാവധാനം ഇഴഞ്ഞു നീങ്ങുന്ന ഒരു ട്രെയിനിൽ രാവിലെ ജഗദൽപൂരിൽ നിന്ന് 7:30 മണിയോടെ യാത്ര ആരംഭിക്കുന്നു. ഇതിൻ്റെ ആകെ സമയം 7.5 മണിക്കൂറാണെന്ന് പറയുമെങ്കിലും 7:30 മണിക്ക് തുടങ്ങുന്ന ട്രെയിൻ യാത്ര അവസാനിക്കുക മിക്കവാറും വൈകുന്നേരം 8 മണിയോ 9 മണിയോടെയാണ്. ജഗദൽപൂരിലെത്തുമ്പോൾ അത്രയേറെ സമയമെടുക്കും. കാരണം ഇത് കടന്നു പോകുന്ന വഴിയിൽ ധാരാളം ക്രോസിങ്ങുകളുണ്ട്. അതുപോലെ ചരക്ക് ട്രെയിനുകൾ കൽക്കരി നിറച്ചവ എതിരെ വരുന്നുണ്ടായിരിക്കും. 69 ടണലുകളിൽ കൂടി കയറി ഇറങ്ങി ഒരു വലിയ പാമ്പ് മാളത്തിൽ കയറി ഇറങ്ങിപ്പോകുന്ന രീതിയാണ് അല്ലെങ്കിൽ ആ പ്രതീതിയാണ് ഇതിനുണ്ടാവുക. എന്ന് മാത്രമല്ല, ഇത് എൻജിനീയറിങ്ങിൻ്റെ ഒരു വലിയ അത്ഭുതവുമാണ്. 1961 ആരംഭിച്ച് 1966 അവസാനിച്ച ഗോരഖ്പൂർ ഗാഡ്ഖവാലി ലൈനാണിത്. ഇതിൻ്റെ എൻജിനീയറിങ് ബ്രിട്ടീഷുകാർ ആണ് നടത്തിയത്. അതുപോലെ തന്നെ ജപ്പാൻകാരുടെ സഹായം ഇതിനുണ്ടായിരുന്നു. ഇന്ത്യയിലെ തന്നെ എണ്ണപ്പെട്ട ഒരു റെയിൽവേ ലൈനാണിത്. വളരെയേറെ രസകരമാണ്. അതിനേറെ അപകടം പിടിച്ചതും. കാരണം കടന്നു പോകുന്ന ഓരോ ടണലുകളും വളരെയേറെ അപകടം പിടിച്ചത് തന്നെ. മാത്രമല്ല, മൺസൂൺ കാലങ്ങളിൽ ഇവിടെ ഉണ്ടാകുന്ന ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ, പാറക്കല്ലുകൾ ഉരുണ്ട ലൈനിലേക്ക് വിടൽ, ഇതുപോലുള്ള ധാരാളം പ്രശ്നങ്ങൾ ഈ ലൈനുകളെ താറുമാറാക്കും. വളരെയേറെ ശ്രദ്ധിച്ച് വേണം ഇതിൽ കൂടി നമുക്ക് സഞ്ചരിക്കാൻ. ഇതിലെ ഓരോ ചെറിയ സ്റ്റേഷനുകളിലും വണ്ടി നിർത്തും. ആളുകൾ കൂട്ടമായി കയറും. ടിക്കറ്റ് ഉണ്ടോ? ഒരിക്കലും ഉണ്ടാകാറില്ല. ആടും പശുവും വിറകും പച്ചക്കറിയും എല്ലാം ഈ വണ്ടിക്കുള്ളിലാണ് നിറയ്ക്കുക. ഇവിടെ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റോ സാധാരണ കമ്പാർട്ട്മെൻറ്റോ അങ്ങനെയൊന്നുമില്ല. അത്തരത്തിൽ കടന്നു പോകുന്ന ഒരു ട്രെയിൻ റിസർവ് ചെയ്ത സീറ്റിൽ നിന്ന് മാറി സാധാരണക്കാരനിരിക്കുന്ന സീറ്റിലേക്ക് വന്ന് ഇതിൻ്റെ എല്ലാ സുഖദുഃഖങ്ങളും അനുഭവിക്കലായിരുന്നു എൻ്റെ ശ്രമം. അത്തരത്തിലുള്ളൊരു യാത്ര. ഇതേതൊക്കെ പ്രദേശത്തൂടെ കടന്നു വന്നു നമുക്ക് നോക്കാം. വിശാഖപട്ടണം വിട്ട് കഴിഞ്ഞാൽ ജഗദൽപൂരിലേക്കുള്ള വഴിയിൽ ട്രെയിൻ ആദ്യമായി എത്തുക നമ്മുടെ NDD ജംഗ്ഷൻ, മാരിപ്പള്ളി, ബായിപ്പുത്തോട്ട, മൈസാഗ്, മംഗലം പാലം, കോത്താപ്പാലിട, തുമ്മക്കപ്പള്ളി, അൽജനേയസ്വാമി, ബാലഘട്ടം, നിർമ്മലപ്പാലം, രംഗപുരം, മൻഗണ്ണപ്പാലം, സീതാറാംപുരം, ബോധം, കോതാവൂർ, ശൃംഗാരപ്പൂത്തോട്ട, ഡബ്ബലപ്പട്ട, ബോധവാൻ, കട്ടിത്താമനോലസ, കാട്ടൂരു, ശിവലിംഗപുരം, ടയോഡ, ബഡ്ഡാകുള, കാരക്കവാല, മാജിവാലസ, റാവാലപുരം, അറക്കുവാലി, ഗോൽക്കൊണ്ട, പാതുവ, പൂജാരിപ്പുട്ട്, മംഗലാപ്പുട്ട്, അറ്റബു, ബാൻഡ, റൈറ്റർ, ഗയാൽപുട്ട്, സീതാപുട്ട്, ചാടാപ്പാനി, മാൽഗുഡി, പൊട്നാർ, ഗാഡ്ഖവാല, മഹൽബാരി, ബസ്തർ, കരാങ്കി, പട്നാർ, തരാഗോൺ, ഗാഡ്ഗോൺ, നദീസാഗർ, ബഡാ ചക്വാലി, ചാലിക്കുവ, ബോധ്ര, ചിത്രകൂട്ട്, മൂണ്ടാഗോഡ്. ഈ സ്ഥലങ്ങളൊക്കെയാണ് കടന്നു പോകുന്നത്. പക്ഷേ നമുക്ക് ഈ സ്ഥലങ്ങളിലൊന്നും ഇറങ്ങി പോയി ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനായിട്ട് കഴിയുകയില്ല. പക്ഷേ ഇവിടെ കഴിയുന്ന ധാരാളം ആദിവാസി വർഗ്ഗങ്ങളെ നമുക്ക് ട്രെയിനിൽ കാണാൻ പറ്റും. അതുപോലെ അവരുടെ വിശാലമായ കൃഷിയിടങ്ങൾ കാണാൻ പറ്റും. അവരുടെ കൃഷിയെ സംബന്ധിച്ച് കാണാൻ പറ്റും. ഒരു തുരങ്കത്തിലേക്ക് കടക്കുന്ന ട്രെയിനിൻ്റെ അവസ്ഥ. തുരങ്കത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അധികം വെളിച്ചമൊന്നും ഉണ്ടായിരിക്കുകയില്ല. എതിരെ കടന്നു പോകുന്ന ഓരോ കൽക്കരി വണ്ടിക്കും സൈഡ് കൊടുക്കേണ്ടതുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ധാരാളം കൽക്കരി ഖനികൾ ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കൽക്കരി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റെയിൽവേ ലൈൻ തന്നെ സൃഷ്ടിച്ചത്. പക്ഷേ അത് പിന്നെ യാത്രക്കാർക്ക് ഉപയോഗിക്കാനായിട്ട് പാസഞ്ചർ ട്രെയിനുകൾക്ക് പോകാനുള്ള ഒരു ലൈനും കൂടെ ആയിത്തീർന്നു. സാധാരണ ഗ്രാമീണർക്കും അതുപോലെ മറ്റു ആളുകളും ഒക്കെ തന്നെ ഇതിൽ കൂടി സഞ്ചരിക്കാൻ കഴിയും. രാവിലെയും വൈകുന്നേരവും ഓരോ ട്രെയിനുകളാണ് പോകുന്നത്. പക്ഷേ രാവിലെ ലൈനിലേക്ക് വണ്ടി വിടുന്നതിന് മുമ്പായി തന്നെ ഒരു ഡമ്മി ട്രെയിൻ ഓടിച്ച് ഇതിൻ്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നക്സൽ ആക്രമണങ്ങൾ
പലപ്പോഴും അഭിമുഖീകരിക്കുന്നൊരു മേഖലയാണിത്. ധാരാളം ഗോത്രവർഗ്ഗങ്ങൾ അതുപോലുള്ള ആളുകളുണ്ട്. അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന നക്സൽ സംഘങ്ങളുമുണ്ട് എന്നുള്ളത് അവിതർക്കിതമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നത് ക്രിക്കറ്റ് കളിക്കുന്ന ആളുകൾ, റെയിൽവേ യാത്രക്കാരാണ്. വണ്ടി നിർത്തുമ്പോൾ അവർ ഇറങ്ങി കളിക്കും, വണ്ടി ഓടുമ്പോഴത്തേക്ക് അതിനെ ഓടിക്കയറുകയും ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വളരെ സാവധാനമാണ് ഇവർ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിരസമാണ് പലർക്കും. പക്ഷേ പടമെടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ സമയമുണ്ട്. ആളുകളോട് സംസാരിച്ച് അവരുടെ കൃഷി രീതിയെക്കുറിച്ചോ അവരുടെ സംസ്കാരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയെക്കുറിച്ചൊക്കെ അറിയാൻ നമുക്ക് കഴിയും. പക്ഷേ വെളിയിൽ നിന്നുള്ള ആളുകൾ ഇവരോട് സംസാരിച്ചാൽ മറുപടി കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ്. കുറച്ചൊക്കെ പരിഷ്കാരമുള്ള ആളുകളിലുണ്ട്. പക്ഷേ ഒരു രസം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നിന്ന് വരുന്ന ഒരാൾ നമ്മുടെ ഇടുക്കി ജില്ലയിലെ കൊന്നത്തടി വില്ലേജിൽ പണി ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ വരുന്നത് പോലെ ഇതാ ഒരു ടണലിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായ കൂക്കലും ബഹളവുമാണ്. ചെറുപ്പക്കാരും പിള്ളേരും ഒക്കെ ആർത്തട്ടഹസിക്കുന്നു. ലൈറ്റില്ല, അതുകൊണ്ട് തന്നെ നല്ല ഇരുട്ടാണ്. എന്ത് നടക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ വണ്ടി അതിൻ്റെ താളത്തിനൊത്തതങ്ങ് നീങ്ങും. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നു. 69 ടണലുകളാണ് ഇതിനൊക്കെ നമുക്ക് കടന്നു പോകേണ്ടത്. ചെറുതും വലുതുമായ ടണലുകളുണ്ട്. ചിലത് വളരെയേറെ ദീർഘമാണ്. പേടി തോന്നും. കാരണം അത്രയേറെ വിഷമകരമാണ് ഓരോ ടണലിലേക്കുള്ള പ്രവേശനം. ചെറിയ ടണലുകളാണെങ്കിൽ സാരമില്ല. ഇത് വളരെ ദൈർഘ്യമുള്ള ഒരു ടണലായിരുന്നു. അത് കടന്നു വന്നു ആളുകൾക്ക് ആശ്വാസമായി. പിന്നെ കൊക്കലും ബഹളം തുടങ്ങി. ഇടയ്ക്ക് മലയിടിഞ്ഞ് വീഴുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും റെയിൽവേ ലൈനുകളിൽ പണി നടക്കുന്നുണ്ട്. ധാരാളമായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ നല്ല ചിലവുള്ള വളരെയേറെ ശ്രമകരമായിട്ടുള്ള ഒരു ലൈനാണിത്. റെയിൽവേ പാലം മല വെട്ടിയിരുത്തി, പാറക്കെട്ടുകൾ വെട്ടിയിരുത്തിയാണ് ഇത് പണിതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം റെയിൽവേ പാലങ്ങളുണ്ട്. അവ വർഷാവർഷങ്ങൾ ബലപ്പെടുത്തുകയും ചെയ്യണം. പല സ്ഥലങ്ങളിലും മണ്ണിടിഞ്ഞു പോയിട്ടുണ്ട്. ഉരുൾപൊട്ടലാണ് ഇതിന് കാരണം. ഒരു അടുത്ത ടണലിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായുള്ള ഒരു നീണ്ട വിസിലടിയാണ്. പലപ്പോഴും ട്രെയിൻ കടന്നു പോകുന്ന തുരങ്കങ്ങളിൽ മൃഗങ്ങളോ അതുപോലെ ഏതെങ്കിലുമൊക്കെ വന്ന് നിൽക്കാൻ സാധ്യതയുണ്ട്. അടുത്ത റെയിൽവേ പാത കിടക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ട്രെയിൻ ദീർഘമായിട്ടുള്ള ചൂളം വിളിയോടെ ആണ് ഓരോ തുരങ്കത്തിലേക്കും പ്രവേശിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, കൊന്നത്തടിയിൽ പണിയെടുക്കുന്ന ഒരു മേസ്ത്രി, അദ്ദേഹം എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ പല കാര്യങ്ങളും പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ കാര്യങ്ങളും പറയാനിടയായി. ഈ കമ്പാർട്ട്മെൻറ്റിലുണ്ട്. ഇത് അടുത്ത തുരങ്കത്തിലേക്ക് കടന്നിരിക്കുന്നു. കുറച്ചൊക്കെ ചെറുതാണ്, അതുകൊണ്ട് തന്നെ അധികം സമയം ഇതിൽ കൂടി യാത്ര ചെയ്യേണ്ടില്ല. ഇത് അടുത്ത ഇതിലേക്ക് കടന്നിരിക്കുന്നു. വെളിയിലേക്ക് വരുന്നു, ആളുകൾ വീണ്ടും സജീവമാവുന്നു. പാലങ്ങൾ ധാരാളമുണ്ടെന്ന് പറഞ്ഞുവല്ലോ. വളരെ സങ്കീർണമാണ് ഈ ലൈനിൻ്റെ നിർമ്മാണം. അപകടകരമാണെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മുടെ കൽക്കരി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അവർ നിർമ്മിച്ചൊരു പാലമാണ്. വിശാഖപട്ടണത്ത് എത്തിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് കൽക്കരി കപ്പലുകൾ കയറ്റി കൊണ്ടുപോകാൻ പറ്റും. വളരെയേറെ ധാതു സമ്പത്ത് കൊണ്ട് സമ്പുഷ്ടമാണ് ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ പണ്ട് ബ്രിട്ടീഷുകാരൻ ഇവിടെ കണ്ണു നട്ടിരുന്നു. ഇവിടെ ഇപ്പോൾ ധാതു സമ്പത്ത് കുറവാണ്. കൃഷിക്കാരാണ് അധികവും. ആദിവാസി വർഗ്ഗമാണ് ഇവിടെ കൃഷി നടത്തുന്നത്. അതും മൺസൂണിനെ മാത്രം ആശ്രയിച്ചുള്ള കൃഷി. മില്ലറ്റ് പോലുള്ള ധാന്യങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ ധാരാളം നെൽവിത്തിനങ്ങളുണ്ട്. അതുപോലെ ഗോതമ്പിനങ്ങളുണ്ട്, ചോളമുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ അവരുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ളവ അവർ ഉൽപ്പാദിപ്പിക്കുന്നു. അതുകൊണ്ട് അവർ കഴിയുന്നു. അവിടെ സുരക്ഷിതരാണ്. അതുപോലെ തന്നെ സംതൃപ്തരുമാണ്. പുറം ലോകവുമായി അധികം ബന്ധങ്ങളില്ല. ആദിവാസി വർഗ്ഗമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ വെളിയിൽ നിന്നുള്ള ആളുകൾ അവരോട് എന്തെങ്കിലും ചോദിച്ചാൽ അവർ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ഇത് അടുത്ത തുരങ്കത്തിലേക്ക് കടന്നിരിക്കുന്നു. ആളുകൾ കൂട്ടമായി ബഹളം വെക്കാൻ തുടങ്ങി. വെളിച്ചമില്ല, ആർപ്പും കുരവയും ബഹളങ്ങളും. ഇനി ഈ തുരങ്കം കടന്ന് വെളിയിലെത്തുന്നത് വരെ ഇത് തന്നെയായിരിക്കും. ഇത് അടുത്ത തുരങ്കത്തിലേക്കുള്ള പ്രവേശനമാണ്. ഒരു തുരങ്കം കടന്ന് അടുത്ത തുരങ്കം. ചിലപ്പോൾ 2-3 മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഓരോ തുരങ്കങ്ങളും കടന്നു പോകുന്നത്. എണ്ണം കൊണ്ട് വളരെയേറെ കൂടുതൽ തുരങ്കങ്ങളുള്ള ലൈനാണത്. പാറ തുരന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ലൈൻ. പക്ഷേ ഇന്നിപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ഇതുപോലെ ധാരാളം തുരങ്കങ്ങൾ വളരെയേറെ കിലോമീറ്ററുകൾ ദൈർഘ്യമുള്ളതുകൊണ്ട് ഇന്ത്യയിലുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് നിർമ്മിച്ചാണ്. ബ്രിട്ടീഷ് എൻജിനീയറിങ്ങിൻ്റെ ഒരു അത്ഭുതമാണ്. ജപ്പാൻകാരുടെ സഹായമുണ്ടായിരുന്നു എന്ന് പറയുന്നു. 1961 തുടങ്ങി 1966 അവസാനിച്ച
5 വർഷത്തെ നീണ്ട പരിശ്രമമാണ് ഈ ഒരു ലൈൻ. ഇതിൽ ആദ്യമേ ഒരു വണ്ടി ഓടുന്നതിന് വേണ്ടി എടുത്ത സമയം 5 വർഷം. അത്രയേറെ ശ്രമകരമായിരുന്നു ഇത്. കാരണം നോക്കുക ഓരോ പാലങ്ങളുടെ അവസ്ഥ. 2 മലകളെ തമ്മിൽ കൂട്ടിയിണക്കുന്ന ഒരു പക്ഷേ ഈ പാലമായിരിക്കും. വളരെയേറെ അപകടം പിടിച്ച സ്ഥലത്തു കൂടിയാണ് വണ്ടി സഞ്ചരിക്കേണ്ടി വരിക, ലൈൻ ഉണ്ടാക്കേണ്ടി വരിക. അതുതന്നെ വളരെ ശ്രമകരമാണ്. എന്ന് മാത്രമല്ല ഒട്ടും കയറ്റമില്ലാതെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വലിയ മലകൾ അവയുടെ പാർശ്വഭാഗത്തുകൂടി വെട്ടി നിരത്തി പാറകൾ പൊട്ടിച്ചുണ്ടാക്കിയ ലൈന് വളരെ അധികം സുരക്ഷിതമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അത്രമാത്രം മികച്ചതാണ് ആ എൻജിനീയറിങ്. പല സ്റ്റേഷനുകളിലും വണ്ടി നിർത്തും, അവിടെ ആളുകൾ ഇറങ്ങി അവർ ചായ കുടിക്കാനും തലമുടി വെട്ടിക്കാനും കുളിക്കാനും പല്ല് തേക്കാനും ഒക്കെ പോകും. അതിനുശേഷം ഈ വണ്ടിയിലേക്ക് വീണ്ടും വന്ന് കയറും. കാരണം അത്രയേറെ സാവധാനമാണ് ഇതിൻ്റെ സഞ്ചാരം. അതുപോലെ തന്നെ വളരെ വിജനമാണ് പല സ്റ്റേഷനുകളിലും. കയറാൻ കൂടുതൽ ആളുകളില്ല. അഥവാ കയറിയാൽ തന്നെ റെയിൽവേക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണവുമില്ല. കാരണം ടിക്കറ്റ് എടുക്കാതെയാണല്ലോ യാത്രകൾ മുഴുവനും. അപ്പനാ ഗാഡി എന്നാണ് പറയുന്നത്. പിന്നെ സ്വന്തം അച്ഛൻ്റെ വണ്ടിയിൽ ആരെങ്കിലും ടിക്കറ്റ് എടുത്ത് കയറുമോ? ഞാൻ അങ്ങനെയൊന്ന് പറഞ്ഞുള്ളൂ, ക്ഷമിക്കുക. ഞാൻ ടിക്കറ്റ് എടുത്തു, എൻ്റെ കയ്യിലിരിക്കുന്ന ടിക്കറ്റും ഒക്കെ കണ്ടപ്പോൾ അവർക്ക് പലർക്കും അത്ഭുതം തോന്നി. എന്തിനാണ് ഇങ്ങനെ ട്രെയിനിലെ ടിക്കറ്റ് എടുക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? പക്ഷേ വേറെ രസമുണ്ട്. ഇതിൽ ചില ആളുകൾ കടന്നു വരും. അവർ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നവരാണെന്നൊക്കെയാണ് പറയുക. പക്ഷേ അവിടെ ഇരിക്കുന്ന യാത്രക്കാരോട് ചെറിയ കൈമടക്ക് വാങ്ങിച്ച് അവരെ ഔദ്യോഗികമായിട്ട് തന്നെ അവിടെ യാത്രക്കാരാക്കി അംഗീകരിക്കാറാണ് പതിവ്. അതിൻ്റെ വീഡിയോ എടുക്കാൻ അവർ നടത്തുന്നു. അതുകൊണ്ട് ഒരു ശേഷം ആളുകളെ അവസരം നോക്കുക. വിവിധ ജാതി വിവിധ വർണ്ണങ്ങളിലുള്ള ആളുകൾ ഇരുന്നും കിടന്നും ഒക്കെയായിട്ട് യാത്ര ചെയ്യുന്നു. അതിനിടയ്ക്ക് കുറിക്കാനുള്ള സാധനങ്ങളുണ്ട്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് പലതും വഴിയിൽ നിന്നും വാങ്ങുന്നതാണ്. നല്ല തിരക്കുള്ള കമ്പാർട്ട്മെൻറ്റുകളാണ് ഒക്കെ തന്നെ. ഇതിനകത്ത് ആടും കോഴിയും മുയലും പട്ടിയും പച്ചക്കറി സാധനങ്ങളും എല്ലാം ഉണ്ടാവും. ഉരലും ഉലക്കയും എത്തുന്നുണ്ട്, വിറക് കയറ്റുകൾ കയറ്റുന്നുണ്ട്. ഇതെല്ലാം ഈ വണ്ടിക്കകത്തുള്ളതാണ്. തുരങ്കത്തിൽ കൂടെയുള്ള ആഘോഷപൂർവമായ യാത്രയാണ്. അതുകൊണ്ടാണ് ആർപ്പുലികൾ മുടങ്ങുന്നത്. സംശയിക്കാനൊന്നുമില്ല. ഇരുട്ടാണല്ലോ. അപ്പോൾ അതിൽ കൂടി പോകുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന മാനസിക വിഭ്രാന്തിയോ എന്തൊക്കെയായിരിക്കാം. ഒരു പക്ഷേ വെളിച്ചം കാണുമ്പോൾ ഇത് തന്നെ അവസാനിക്കും. കണ്ടോ, വെളിച്ചം വരുമ്പോഴത്തേക്ക് ഓരിയിടൽ നിർത്തിട്ട് അടുത്ത തുരങ്കത്തിലേക്ക് കിടക്കുന്നു. 1-2 മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഓരോ തുരങ്കങ്ങളും കടന്നു പോവുകയാണ്. 69 തുരങ്കങ്ങൾ കടന്ന് ജഗദൽപൂരിലേക്ക് വണ്ടി എത്തുമ്പോൾ യാത്രക്കാരൻ മിക്കവാറും മടുത്തിരിക്കും. കാരണം 10-12 മണിക്കൂർ നീണ്ട യാത്രയായിരിക്കും അവരവസാനിപ്പിക്കുക. കേവലം 7.5 മണിക്കൂർ കൊണ്ട് തീരേണ്ടതാണ് ഇത് 12 മണിക്കൂർ വരെയായിത്തീരുന്നത്. അത്ര ലേറ്റായിട്ടാണ് പല വണ്ടികളും പോകുക. പക്ഷേ ഇതല്ലാതെ മറ്റു മാർഗമില്ലല്ലോ. ബസ് റൂട്ടുണ്ട്, പക്ഷേ അത് ഏറെ ദൈർഘ്യമുള്ളതാണ്. ഇതിനേക്കാൾ എത്ര ചിലവേറിയത്. ട്രെയിനിലാണെങ്കിൽ ഒന്നും വേണ്ട, ടിക്കറ്റും വേണ്ട, ഒന്നും വേണ്ട. കയറിയിരിക്കുക, ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങാനും പറ്റും. അതാണ് അവരുടെ ലക്ഷ്യം. ഇലവഴിയും കാടുകൾ കൂടിയാണ് വണ്ടി സഞ്ചരിക്കുന്നത്. കാടാണ് ചുറ്റുപാടും. ധാരാളം ഒഴിഞ്ഞ സ്റ്റേഷനുകളുണ്ട്, വിജനമായതാണ്. അല്പസ്വല്പം അതൊക്കെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. അവിടെ വെള്ളവും ഒക്കെ ഉണ്ട്. ആളുകൾക്ക് ഇരിക്കാനും മറ്റൊക്കെയുള്ള സൗകര്യമുണ്ട്. പക്ഷേ ഇരിക്കാനുള്ള ആളുകളില്ല, കച്ചവടക്കാരില്ല. അനാർഭാടമായ രീതിയിൽ ആളൊഴിഞ്ഞ് തിരക്കൊഴിഞ്ഞൊരു അമ്പലപ്പറമ്പ് പോലെയായിരിക്കുന്നു പല സ്റ്റേഷനുകളിലും. കാരണം ഗ്രാമീണർ ഇവിടെ എത്താറില്ല. അവർക്ക് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ട്രെയിനിൽ കയറാം, യാത്ര ചെയ്യാം, ഉദ്ദേശിച്ച സ്ഥലത്തെത്താം. പിന്നെ ഇവിടെ കടയും കച്ചവടവും ആൾക്കൂട്ടവും എന്തിനാണ്? ഒരിക്കലുമില്ല. പ്രത്യേകിച്ചും ഇവിടുത്തെ ട്രൈബൽ വർഗ്ഗങ്ങൾ പലതും ഈ സ്റ്റേഷനിൽ നിന്നൊക്കെ എത്രയോ അകലെയാണ്. കിലോമീറ്ററുകളോട് നടന്ന് വേണം ഇവിടെ എത്താൻ. അവർ വണ്ടിയിൽ കയറിയിട്ടുണ്ടാവാം. അവർക്ക് സഞ്ചരിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തുകയും ചെയ്യും. അങ്ങനെ വടക്കേ ഇന്ത്യയിലെ വളരെയേറെ പൊക്കമുള്ളൊരു സ്ഥലത്ത് കൂടിയിട്ടുള്ള അത്യന്തം അപകടകരവും അതുപോലെ തന്നെ അത്ഭുതകരവുമായിട്ടുള്ള ഒരു യാത്ര, ട്രെയിൻ യാത്ര. വർഗ്ഗക്കാരുടെ ഇടയിലൂടെ, അവരുടെ കൃഷിയിടങ്ങളിലൂടെ, അവരുടെ സംസ്കാര സമ്പന്നമായ ഭൂമിയിലൂടെ, അതുപോലെ നിരവധി ആചാരങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ കൂടെയുള്ള അലസമായ ഒരു യാത്ര. ട്രെയിൻ വളരെ മന്ദഗതിയിലാണ് ഇഴയുന്നത്. പാമ്പ് പോകുന്നത് പോലെ ഇത് പോകുന്നു, വളരെ സാവധാനം. അതിനൊരു ലക്ഷ്യമേ ഉള്ളൂ, ജഗദൽപൂർ. അത് എത്തേണ്ട സമയം എപ്പോഴോ അപ്പോഴെത്തും. അതിനൊരു സമയക്ലിപ്തതയില്ല. കാരണം എതിരെ വരുന്ന ചരക്ക് വണ്ടികൾക്ക് മാറിക്കൊടുക്കണം. ഈ ആളുകൾ ചേട്ടൻ പരിശീലിക്കുന്നു. വണ്ടി പോകാൻ സമയമായി. ആളുകൾ ട്രെയിനിൽ നീണ്ട ചുവളം വിളിച്ചിരിക്കുന്നു. യാത്ര തുടരാം. പക്ഷേ ഇതാ പലരും പല സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. അവർ സാവധാനം വന്നതിൻ്റെ ഏതെങ്കിലും കമ്പാർട്ട്മെൻറ്റിൽ കയറി യാത്ര തുടരും.
അതാണ് പതിവ്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.